നമസ്കാരം. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങൾക്കോ സംസ്ഥാനങ്ങൾക്കോ ആശ്വാസം നൽകാതെ കേന്ദ്ര സർക്കാരിന്റെ ആദ്യഘട്ട സാമ്പത്തിക പാക്കേജ്. TCS നിരക്കുകൾ 25% കുറച്ചു. ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള തീയതി നവംബർ 30 വരെ നീട്ടി. ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 3 ലക്ഷം കോടിയുടെ ഈടില്ലാത്ത വായ്പാ പദ്ധതി. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും സ്വകാര്യ ഊർജ്ജ വിതരണ കമ്പനികൾക്കും വൻ ഇളവുകൾ. വാളയാർ അതിർത്തി വഴി അനധികൃതമായെത്തിയ യുവാവിന് കോവിഡ് ബാധിച്ചതിൽ വെട്ടിലായി കോൺഗ്രസ് നേതാക്കൾ. വാളയാറിൽ പാസില്ലാതെ ഒരാളെ കയറ്റിവിട്ടുവെന്ന് അനിൽ അക്കര MLA. കോൺഗ്രസിന്റെ സമരത്തിലും യുവാവ് പങ്കെടുത്തു. യുവാവുമായി സമ്പർക്കമുണ്ടായ എല്ലാവരും നിരീക്ഷണത്തിൽ പോകണമെന്ന് ആരോഗ്യമന്ത്രി. അതീവ ജാഗ്രതയോടെ സംസ്ഥാനം നിലകൊള്ളുമ്പോൾ ജനപ്രതിനിധികൾ തന്നെ ഉത്തരവാദിത്തം മറക്കുന്നതിൽ കടുത്ത പ്രതിഷേധം. നിയമ നടപടി വേണമെന്ന് ആവശ്യം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളണമെന്ന് MP രാജേഷ്. കോൺഗ്രസ് നേതാക്കൾ സ്വമേധയാ ക്വാറന്റൈനിൽ പോകണമെന്ന് A റഹീം. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷകൾ 26 മുതൽ 30 വരെ. 26, 27, 28 തീയതികളിൽ SSLC പരീക്ഷകൾ. ഹയർ സെക്കൻഡറി പരീക്ഷകൾ രാവിലെയും SSLC പരീക്ഷ ഉച്ചയ്ക്ക് ശേഷവും നടത്തും. സാമൂഹിക അകലം പാലിക്കും. സംസ്ഥാനത്ത് മദ്യത്തിന് വില കൂടും. 10 മുതൽ 35% വരെ അധിക നികുതി ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ബിയറിനും വൈനിനും 10%, വിദേശ മദ്യത്തിന് 35% വില കൂടും. സെസ്സിലൂടെ 2000 കോടി രൂപ സമാഹരിക്കാനാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സംസ്ഥാനത്തെ ഭൂരിഭാഗം കള്ളുഷാപ്പുകളും പ്രവർത്തനക്ഷമമാകില്ലെന്ന് റിപ്പോർട്ട്. ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് രാജ്യത്ത് 122 മരണം. ദില്ലിയിൽ നിന്നും കേരളത്തിലേക്കുള്ള ആദ്യ ട്രെയിൻ പുറപ്പെട്ടു. ആഭ്യന്തര വിമാന സർവീസ് മെയ് 19 മുതൽ ആരംഭിച്ചേക്കും. പ്രവാസികൾക്കായി കൈരളി TV നടപ്പാക്കുന്ന കൈകോർത്ത് കൈരളി പദ്ധതിക്ക് വൻ സ്വീകാര്യത. ഗൾഫിലെ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങളും റേഡിയോ പത്രമാധ്യമങ്ങളിലും വാർത്ത പ്രസിദ്ധീകരിച്ചത് പ്രാധാന്യത്തോടെ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും വയനാട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 2 പേർക്കും കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേർ കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നും വന്നവരാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. 4 പേർ വിദേശത്ത് നിന്നും വന്നവരാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? പൂജ, കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായ നിലയിലേക്ക് കണക്കുകൾ പോകുന്നു എന്നുള്ളതാണ് കോവിഡ് സ്ഥിരീകരണത്തിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. സംസ്ഥാനത്ത് 10 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വയനാട്, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും വയനാട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 2 പേർക്കും കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേർ വിദേശത്ത് നിന്ന് വന്നവരും 2 പേർ, വയനാട്ടിൽ നിന്നുള്ള 2 പേർ സമ്പർക്കത്തിലൂടെയുമാണ് ഇവർക്ക് രോഗം പകർന്നിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് വന്ന ട്രക്ക് ഡ്രൈവറിൽ കൂടെയുള്ള സമ്പർക്കത്തിലാണ് ഇവർക്ക് രോഗം വന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരാളും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മറ്റൊരാളും വയനാട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുമാണ്. ഇവർക്ക് ചെന്നൈയിൽ നിന്ന് വന്ന ട്രക്ക് ഡ്രൈവറിലൂടെയാണ് രോഗമുണ്ടായത്. ഇതോടെ ഈ ട്രക്ക് ഡ്രൈവറിൽ നിന്നും 10 പേർക്ക് സംസ്ഥാനത്ത് രോഗം സമ്പർക്കത്തിലൂടെ പകരാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സമ്പർക്കത്തിലൂടെ അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരുന്നവരുടെ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസമായി
ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് രോഗികളിൽ നിന്നും ആർക്കും തന്നെ രോഗം പകരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായത് വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പ്രവാസികളിൽ നിന്നും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. 4 പേരാണ് വിദേശത്തു നിന്നും എത്തി രോഗം ബാധിച്ചതായിട്ടുള്ളത്. ഇന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ഫലം മാത്രമാണ് നെഗറ്റീവ് ആയിട്ടുള്ളത്. 490 പേരാണ് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുള്ളത്. 41 പേര് നിലവിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായി 34,447 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതിൽ 33,953 പേർ വീടുകളിലും 497 പേർ ആശുപത്രിയിലുമായാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. നിരീക്ഷണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിലും സമാനമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്ന് 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ലെസ്ലി, അതോടൊപ്പം തന്നെ ഹോട്ട്സ്പോട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഏതെങ്കിലും പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? സംസ്ഥാനത്ത് നിലവിൽ 34 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. ഇന്ന് പ്രധാനമായും ഹോട്ട്സ്പോട്ടുകൾ ഇല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയുമുണ്ട്. 34 ഹോട്ട്സ്പോട്ടുകളാണ്. ഇവിടെ അതീവ ജാഗ്രതയോട് തന്നെ ക്വാറന്റൈനും മറ്റു ഇളവുകളിൽ ഉണ്ടാകുന്ന നിയന്ത്രണങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജാഗ്രത ശക്തമാക്കാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഒപ്പം തന്നെ പോലീസിനും സർക്കാർ നേരത്തെ തന്നെ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഹോട്ട്സ്പോട്ടുകളിൽ കൂടുതൽ നിയന്ത്രണം ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്പർക്കത്തിലൂടെ രോഗം പകരാതിരിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികളായി മടങ്ങിയെത്തുന്നവരിൽ നിന്നാണ് രോഗം സമ്പർക്കത്തിലൂടെ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗികളുമായി അകലം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരക്കാർ ക്വാറന്റൈനിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും നിബന്ധനകളും പാലിച്ച് തന്നെ ക്വാറന്റൈൻ സമയത്ത് പ്രവർത്തിക്കണം എന്നുള്ള പ്രത്യേക നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഇവർക്ക് നൽകുന്നത്. ഒപ്പം തന്നെ ഇവർ വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ഘട്ടങ്ങളിൽ ഇവർ അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിന് വാർഡ് സമിതികൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ പ്രവർത്തനം ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഇത് സംബന്ധിച്ച് വാർഡ് തല സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസിനും ക്വാറന്റൈനിൽ കഴിയുന്നവർ ജാഗ്രതയോടുകൂടിയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു നടപടി കൂടി പോലീസിന് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തമായ ജാഗ്രതയും പ്രതിരോധ പ്രവർത്തനവുമായി രോഗത്തെ നിയന്ത്രിക്കാനുള്ള വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജ, ലെസ്ലി, അതായത് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നേരത്തെ രോഗം ബാധിച്ചവരുമായി അല്ലെങ്കിൽ അവരുമായി സമ്പർക്കത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു രോഗം പിടിപ്പെടുന്ന ഒരു അവസ്ഥ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്ത് നിന്നും വന്നവർ അല്ലെങ്കിൽ പ്രധാനമായും കോഴിക്കോട് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെന്നൈയിൽ നിന്നും എത്തിയ ആൾക്കാർക്ക് രോഗം പടരുന്ന അവരിൽ നിന്നും സമ്പർക്കത്തിലായവരിലൂടെ രോഗം പകരുന്നവർക്ക് കോവിഡ് ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ ഒരു തലത്തിലേക്കുള്ള പ്രതിരോധ നടപടികളല്ലേ ഇപ്പോൾ കൂടുതലായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും സംസ്ഥാനത്തൊരു സാമൂഹ്യ വ്യാപനം ഉണ്ടാകാതിരിക്കാനുള്ള വലിയ കഠിന പ്രയത്നത്തിലാണ് ആരോഗ്യവകുപ്പും സർക്കാരും അതിൻ്റെ ജാഗ്രതാ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ജാഗ്രത സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തമായ ഒരു നിർദ്ദേശം, ഒരു അഭ്യർത്ഥന മുൻപോട്ട് വെച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളിൽ നിരന്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്നത് പ്രവാസികളായി മടങ്ങിയെത്തുന്ന ആളുകളിൽ നിന്നും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്കാണ് ഇത്തരത്തിൽ രോഗമുണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ രോഗികളുമായി ഇടപഴകുന്ന ആളുകൾ ആ സമ്പർക്കം അത് വ്യക്തമായ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായത്. അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കി മാത്രമേ രോഗിയെ ചികിത്സിക്കുന്നവർ അവരുമായി ഇടപഴകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കൃത്യമായി പരിപാലിക്കണമെന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ടത്. രോഗി ആകുന്ന ആളുകൾക്ക് ഭക്ഷണമോ മറ്റും നൽകുന്ന വീട്ടിലുള്ള ഒരാൾ, അയാൾക്ക് രോഗം പകരാനുള്ള സാധ്യത ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ അവരുടെ ജാഗ്രത കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ രോഗം തടഞ്ഞു നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായത്. ക്വാറന്റൈൻ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ, ഈ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ നീക്കങ്ങൾ പോലും നിരീക്ഷിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. എന്തായാലും കൂടുതൽ പ്രവാസികൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തുന്നതോടുകൂടി കൂടുതൽ ജാഗ്രതയോടുള്ള പ്രവർത്തനം ആരോഗ്യവകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ജാഗ്രതയോടുകൂടിയുള്ള മുൻപോട്ടുള്ള പോക്കിലേക്കാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ഉള്ളത്. ലെസ്ലി, ഇതേപോലെ ഓരോ കണക്കുകൾ ഓരോ ദിവസവും വരുമ്പോഴും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഓരോ ജില്ലകളിലും നിലവിൽ എത്ര കോവിഡ് രോഗികളുണ്ട്, എത്ര പേർ ചികിത്സയിലുണ്ട്, എത്ര പേർ രോഗമുക്തരായി എന്നുള്ള കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ജില്ലകളിലെയും ഇന്നത്തെ കണക്കോട് കൂടി ചേർത്ത് ഓരോ ജില്ലകളിലെയും ഇപ്പോഴുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കണക്കുകൾ എപ്രകാരമാണ്? പൂജ, ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം 4494. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത് 4453 പേരും ആശുപത്രികളിൽ 41 പേരുമാണുള്ളത്. ഇന്ന് അഡ്മിറ്റ് ആയിരിക്കുന്നത് 19 പേരാണ്. കൊല്ലം ജില്ലയിൽ 1250 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 1245 പേരും വീടുകളിലും 5 പേർ ആശുപത്രിയിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 2 പേർ ഇന്ന് പുതുതായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ 1185 പേർ നിരീക്ഷണത്തിലും 1778 പേർ വീടുകളിലും 7 പേർ ആശുപത്രികളിലും പുതുതായി ഇന്ന് 7 പേർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ലിസ്റ്റിലേക്ക് തിരിച്ചുവരെ ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം സ്കീം വഴി കൊടുക്കാനുള്ള പരിശ്രമം ചെയ്യുന്നുണ്ട്. നമ്മുടെ മറ്റതൊക്കെ ചെറു കോൺട്രാക്ടർമാരുടെ കാലാവധി തീർക്കാനുള്ള നീട്ടിക്കൊടുക്കുന്നു, റിയൽ എസ്റ്റേറ്റിൻ്റെ കാലാവധി നീട്ടുന്നു. ഇതൊന്നും മൈനർ കാര്യങ്ങൾ, ഒരു അനക്കവും ഇതൊന്നും ഉണ്ടാക്കാൻ പോകുന്ന കാര്യമല്ല. ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് അവർക്ക് 90,000 കോടി രൂപ വായ്പ അഡീഷണലായിട്ട് ലഭ്യമാക്കുകയാണ്. സംസ്ഥാന സർക്കാരുകൾ ഗ്യാരണ്ടി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാരം മുഴുവനും സംസ്ഥാന സർക്കാരുകളുടെ ചുമലിൽ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ചോദ്യം. സംസ്ഥാനം എന്നൊരു വാക്ക് പറയണ കേട്ടോ ഇന്നത്തെ മുഴുവൻ പ്രസംഗത്തിൽ. ആമുഖമായിട്ട് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. കൃഷിക്കാർ, ചെറുകിട ഉൽപ്പാദകർ, തൊഴിലാളികൾ, ഇതൊക്കെ പേരെല്ലാം പറഞ്ഞു. സംസ്ഥാനം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? ഈ ധനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട GST കോമ്പൻസേഷൻ, ഞാൻ പറയുന്നു ഇന്ന് ഇപ്പോൾ ഏപ്രിൽ മാസത്തെയും കൂടി കണക്കിലെടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 75,000 കോടി രൂപ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ചുരുങ്ങിയത് 75,000 മുതൽ 1,00,000 കോടി രൂപ. ഒരു നല്ല വാക്ക് പറയാ. എന്താ ഇവരുടെ ഭാവം? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ അപ്പുറത്ത് നിർത്തിയിട്ട് ഈ കോവിഡിനെതിരായിട്ടുള്ള ഫൈറ്റ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർ സീരിയസ് ആണ്. യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും ചെലവിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല. അവർ ത്യാഗം സഹിക്കാൻ ബാധ്യസ്ഥരാണ്. ഓരോ ഇൻകം ട്രാൻസ്ഫറും ഇല്ല. അവർ പട്ടിണി കിടന്ന് കാര്യം ചെയ്തോണം. ബാക്കി NBFCക്ക് അയ്യോ പ്രയാസം 45,000 കോടി. ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് പ്രശ്നം, അവർക്ക് 90,000 കോടി. ബാങ്കിൽ നിന്നാണെങ്കിലും കൊടുക്കാൻ നിശ്ചയിക്കുന്നുണ്ടല്ലോ. 3 ലക്ഷം കോടി രൂപ വായ്പ കൊടുക്കാൻ ജനങ്ങൾക്കില്ല. ഇതൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട സംസ്ഥാനങ്ങൾക്ക് ഒരക്ഷരം
ഇല്ല. അവസാനത്തേതല്ല, ഇനി വരുമായിരുന്നായിരിക്കും. എന്നാലും ഒരു വാചകം പറയണ്ടെന്ന് എവിടെയെങ്കിലും. ബാക്കിയെല്ലാം പറഞ്ഞല്ലോ ആമുഖമായിട്ടൊക്കെ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിൽ നിന്നുള്ള സൂചന നമ്മുടെ എക്കണോമിക് അഡ്വൈസർ പറഞ്ഞതാ. അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഉണ്ടല്ലോ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച്. സർക്കാർ നേരിട്ട് മുടക്കുന്നത് 6%, 3.5% ഒക്കെ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ വേറെ ചിലവുകളാണ്. അങ്ങനത്തെ ഒരു മിനുക്ക് പണിക്കാണ് മോഡി സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ രക്ഷിക്കില്ല. ഒരു സ്വാശ്രയ ഇന്ത്യയും സൃഷ്ടിക്കാൻ പോകുന്നില്ല. സ്വാശ്രയ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആഗോളവൽക്കരണ ഇന്ത്യയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലോകത്ത് മുഴുവനും കോവിഡൊക്കെ വന്നതോടുകൂടി കയറ്റുമതിയൊന്നുമില്ല, ലോകവ്യാപാരം തകരാൻ പോയാൽ. അങ്ങനെ ലോകവ്യാപാരം തകരുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ സ്വാശ്രയ ഇന്ത്യ. പക്ഷെ മനസ്സിലാക്കേണ്ടത്, സ്വാശ്രയ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇവിടുത്തെ തൊഴിലാളിയാണ്. ആ തൊഴിലാളിയുടെ എല്ലാ തൊഴിലവകാശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് 10 പൈസ പോലും കൈമാറാതെ എന്ത് സ്വാശ്രയ ഇന്ത്യ സൃഷ്ടിക്കാൻ പോകും? അതുകൊണ്ട് ഈ പാക്കേജ് ഏറ്റവും നിരാശാജനകമാണ്. യെസ്, ഏതോ അത് നേരത്തെ തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ബാങ്കുകളിൽ നിന്ന് നമ്മുടെ കുടുംബശ്രീ മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ആസ്പദമാക്കിയെല്ലാം നടത്തുന്നു. നമ്മൾ തുടക്കം മുതൽ കുടുംബശ്രീയിലെടുത്ത നിലപാട്, ഇങ്ങനെയുള്ള കുടുംബശ്രീക്കെല്ലാം വേണ്ടിയിട്ട് വേറെ ചില ബാങ്കുകൾ, അതാണ് മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെറിയ ബാങ്കുകൾ, മെയിൻ ബാങ്കുകളിൽ നിന്നൊക്കെ ചുമലിൽ നിന്ന് മാറ്റുന്നു. ആശയപരമായിട്ട് തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അതിനെതിരായ നിലപാടെടുക്കുകയും കുടുംബശ്രീക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ ബാങ്കുകളുടെ ചുമതലയാണ് പാവപ്പെട്ടവർക്ക് വായ്പ നൽകാൻ, ഇവിടുത്തെ സഹകരണ ബാങ്കുകളുടെ ചുമതലയാണ്. അതുകൊണ്ട് മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് അവരെ സഹായിക്കാൻ നിൽക്കുന്നതും കുടുംബശ്രീയായിട്ട് വലിയ ബന്ധമില്ല. കുടുംബശ്രീയുടെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ച എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമോ? അതിനെക്കുറിച്ച് ചോദിച്ചത് ഇല്ല. കുടുംബശ്രീയുടെ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങൾ മൈക്രോ ഗണത്തിൽപ്പെടേണ്ടതാണ്. പക്ഷെ മൈക്രോൻ്റെ ഇപ്പോഴത്തെ നിർവചനം കൂട്ടി 1 കോടി രൂപ വരെ മുതൽ മുടക്കുള്ളവരാണ്. നമ്മുടെ മുതൽ മുടക്ക് ഏറിയാൽ 1-2 ലക്ഷമൊക്കെ വരുന്നതാണ്. എങ്കിലും ഈ പറഞ്ഞ പോലെ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിനൊക്കെ കൂടുതൽ സഹായകരമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗണത്തിലേക്കൊന്നും അത് വരത്തില്ല. 200 കോടി രൂപ നോ 200 കോടി രൂപ ആഗോള ടെൻഡർ വിളിച്ചാൽ ആരെ ഇപ്പോൾ വരണേന്ന്? ഇൻഫാക്ട് ഇഫ് യു കോൾ ആഗോള ടെൻഡർ ആരും വരാനില്ല, ആരും കോട്ട് ചെയ്യുന്നില്ല. ദേശീയ ടെൻഡർ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആള്. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ KSDP അല്ല, പുതിയ ഹോംകോണിൻ്റെ ഫാക്ടറി പണിയുന്നുണ്ട്. അവിടെ പാനലിങ് നടത്തണം, മെഷീൻ വേണം. കഴിഞ്ഞ മാസം 2 മാസം നമ്മൾ ടെൻഡർ വിളിച്ചിട്ട് ആരും പങ്കെടുക്കാനില്ല. അവിടെ ഓഫീസൊക്കെ അടഞ്ഞിടക്കുകയാണ്. അപ്പം പിന്നെ ആഗോളത്തിൽ പോയാൽ ആരെങ്കിലും വരാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും വലിയ ഉത്തേജകമൊന്നും ആക്കാൻ പോകുന്നില്ല. പക്ഷേ നല്ല കാര്യം, ആഗോള ടെൻഡർ വേണ്ട, ഇന്ത്യയിൽ മതി എന്ന് തീരുമാനിച്ചതിൽ. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഉടനെ പ്രത്യേകത ഉണ്ടാകാൻ പോകണമെന്ന് ആരും തെറ്റിയിരിക്കൊന്നും വേണ്ട. TDS 25% കുറവ് വെച്ചാൽ
ഇങ്ങനെ ശമ്പളവും ബാക്കിയെല്ലാം കിട്ടുന്ന ആളുകൾക്ക് ഒറ്റയടിക്ക് കുറയുന്നത്, സോഴ്സിൽ മാസം മാസം കുറയുന്നത് അത്രയും ദിവസം അവർ പറയുന്ന 50,000 കോടി രൂപയുടെ ഇളവല്ല, താൽക്കാലികമായിട്ട് ക്യാഷ് കയ്യിലുണ്ടാവുന്നതാണ്. കാരണം നികുതി നിരക്ക് കുറച്ചിട്ടില്ല. വർഷാവസാനം നിങ്ങൾ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ മുഴുവൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പിടിച്ചാൽ അവസാനം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് സാവകാശം കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പം പറഞ്ഞതിന് വ്യക്തമല്ല, പക്ഷേ ഞാൻ വായിക്കാം പിടിക്കുന്നതിൽ 25% കുറയ്ക്കും എന്നുള്ളത് തന്നെയാണ്. ഇടും ഞാൻ 8 മണിക്ക് ടൈംസ് നൗ, 8:30 ന്യൂസ് 24. നേരത്തെ ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നത്തെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ സാമ്പത്തിക പാക്കേജ് വിശകലനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. ഈ പാക്കേജ് അപര്യാപ്തമാണെന്നും അതോടൊപ്പം തന്നെ ഇന്നത്തെ കേന്ദ്ര ധനമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഒന്നും പ്രതിപാദിക്കുന്നില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. കോവിഡ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 3 ലക്ഷം കോടിയുടെ ഈടില്ലാത്ത വായ്പാ പദ്ധതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. തിരിച്ചടവിന് 1 വർഷത്തെ മൊറട്ടോറിയം, 4 വർഷത്തെ വായ്പാ കാലാവധിയും പ്രഖ്യാപിച്ചു. 45 ലക്ഷം സ്ഥാപനങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ സ്ഥാപനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ 10,000 കോടി നൽകും. തകർച്ച നേരിടുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ മൂലധനം നൽകും. 200 കോടി വരെയുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് ഇനി ആഗോള ടെൻഡർ ഇല്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സർലിംഗ്, ഇന്നത്തെ കേന്ദ്ര ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനമായി തന്നെ ചൂണ്ടിക്കാട്ടേണ്ടത് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം നൽകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദമായ വിവരം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രിക്ക് നൽകാനായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് വിശദാംശങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? പൂജ, പണലഭ്യത ഉറപ്പുവരുത്തുക, അതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക പാക്കേജിന്റെ ആദ്യ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ഇന്ന് നടത്തിയത് ആകെ 15 പ്രഖ്യാപനങ്ങൾ. അതിൽ 6 ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്ക്, 3 നികുതി മേഖലയ്ക്ക്, പിന്നെ PF തിരിച്ചടവിന് 2 പദ്ധതികൾ. ഇങ്ങനെയാണ് ഇന്ന് ആകെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ നികുതി തിരിച്ചടവിന്റെ സമയപരിധി 31 ജൂലൈ മുതൽ നവംബർ 30 വരെ എന്തായാലും നീട്ടിയിട്ടുണ്ട്. വീട്ടുവാടക, ഫീസ്, പലിശ, കമ്മീഷൻ, കരാർ തുകകൾ എന്നിവയിൽ നിന്നുള്ള TDS, TCS തിരിച്ചടവുകൾ 25% വരെ കുറയ്ക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇതും സാമ്പത്തിക പാക്കേജിന്റെ ഭാഗമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ഇന്നത്തെ, അതായത് ആദ്യ ദിനത്തെ സാമ്പത്തിക പാക്കേജിന്റെ പ്രഖ്യാപനത്തിൽ ഏറെ ഗുണം ലഭിച്ചിരിക്കുന്നത് ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയ്ക്കാണ്. 6 പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 3 ലക്ഷം കോടിയുടെ വായ്പ ഈടില്ലാതെ തന്നെ ചെറുകിട വ്യവസായ മേഖലകൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 25 കോടി രൂപയുടെ വറ്റുവരവുള്ള കമ്പനികൾക്കാണ് ഇതിൽ ലഭിക്കുക. 4 വർഷം വരെ കാലാവധി ഉണ്ടാവും. അതിൽ 12 മാസം മൊറട്ടോറിയമാണ്. 31 ഒക്ടോബർ 2020 വായ്പകൾക്ക് അപേക്ഷിക്കാം എന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. 45 ലക്ഷത്തോളം യൂണിറ്റുകൾക്ക് ഇതുവഴി ഗുണം. ശരി, വ്യക്തമാണ് സന്തോഷ്. എന്തായാലും കോവിഡ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചെറുകിട ഇടത്തരം മേഖലയ്ക്ക് 3 ലക്ഷം കോടിയുടെ ഈടില്ലാത്ത വായ്പ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. തിരിച്ചടവിന് 1 വർഷത്തെ മൊറട്ടോറിയം, 4 വർഷത്തെ വായ്പാ കാലാവധിയും പ്രഖ്യാപിച്ചു. ഇതുൾപ്പെടെ നിരവധി പാക്കേജുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ഇനി നോക്കാം മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോവിഡ് മഹാമാരിയുടെ മറവിൽ മോദി സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുകയുമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. എല്ലാ ശ്രദ്ധയും മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത്. എന്നാൽ BJP സർക്കാർ പ്രവർത്തിക്കുന്നത് മറ്റ് അജണ്ടകളോടെയാണെന്നും യെച്ചൂരി പറഞ്ഞു. പ്രവാസികളെ തിരിച്ചുകൊണ്ടുവരാനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിന്റെ 2ാം ഘട്ടം രൂപരേഖയായി. കേരളത്തിലേക്ക് 31 വിമാനങ്ങൾ സർവീസ് നടത്തും. ഇതിൽ 18 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. മെയ് 16 മുതൽ 25 വരെയാണ് 2ാം ഘട്ടം. അമേരിക്കയുടെ അസംബന്ധമായ 24 ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞ് ചൈന. കോവിഡിനെ സംബന്ധിച്ച വിവരം കൈമാറിയില്ലെന്നും വൈറസ് ലാബിൽ സൃഷ്ടിച്ചതാണെന്നും മറ്റുമുള്ള നുണകളാണ് പൊളിച്ചത്.
30 പേജുകളിലായി 11,000 വാക്കുകളടങ്ങിയ ലേഖനം വിദേശ മന്ത്രാലയത്തിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കോവിഡ് വാക്സിൻ വേഗത്തിൽ കണ്ടെത്താനായേക്കുമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ തെദ്രോസ് അഥാനം ഗബ്രിയേസസ്. നിലവിൽ 100-ലധികം വാക്സിൻ പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 7-8 സാധ്യതാ വാക്സിനുകൾ മികച്ച ഫലം കാണിക്കുന്നുണ്ട്. ഇവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി വിദേശ വിനിമയ നിരക്കുകൾ. ഡോളർ 75 രൂപ 30 പൈസ, ബഹ്റിൻ ദിനാർ 200.12, കുവൈറ്റ് ദിനാർ 243.21, ഒമാനി റിയാൽ 196.07, സൗദി റിയാൽ 20.10, UAE ദിർഹം 20.48, ഖത്തർ റിയാൽ 20.71, യൂറോ 81.60.